ിരിക്കുന്നു വേദവുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രീയമായി എന്നുവെച്ചാൽ വേദത്തെ ശാസ്ത്രീയമായി അപഗ്രഥനം ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു രീതിയാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ട് പോന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ആയുർവേദത്തെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. കാരണം ആയുർവേദവും ഒരു വേദമാണ്. വേദം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദത്തിൻ്റെ അർത്ഥം ശരിക്കും അറിവെന്നാണ്. അറിവാണ് വേദം. ആയുർവേദം എന്ന് വെച്ചാൽ ആയുർ എന്ന് പറഞ്ഞാൽ ആയുസ് അല്ലെങ്കിൽ ജീവിതം. വേദം എന്ന് പറഞ്ഞാൽ അറിവ്. ആയുസിനെ കുറിച്ചുള്ള വേദമാണ്, ആയുസിനെ കുറിച്ചുള്ള അറിവാണ് ആയുർവേദം. നമുക്ക് ഒത്തിരി ചികിത്സാ രീതികളുണ്ട് അല്ലേ? അലോപ്പതി ഉണ്ട്, ആയുർവേദമുണ്ട്, ഹോമിയോപ്പതി ഉണ്ട്, യുനാനി ഉണ്ട്, സിദ്ധി, അങ്ങനെ ഒത്തിരി ചികിത്സാ രീതികളുണ്ട്. പക്ഷേ ഈ മിക്ക ചികിത്സാ രീതികളിലും നമ്മൾ രോഗം വന്നിട്ടാണ് ചികിത്സിക്കാൻ പോകുന്നത് അല്ലേ? രോഗത്തിന് മുമ്പ് ആരെങ്കിലും ചികിത്സിക്കാൻ പോകുമോ? രോഗം വന്നിട്ടാണ് ചികിത്സിക്കാൻ പോകുന്നത്. പക്ഷെ ആയുർവേദത്തിന് ചെറിയൊരു മാറ്റമുണ്ട്. അത് രോഗം വന്നിട്ട് ചികിത്സിക്കേണ്ട ഒരു ചികിത്സാ രീതിയല്ല. പകരം രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതിനെ പറ്റി പറഞ്ഞു തരുന്നൊരു ശാസ്ത്രമാണ് ആയുർവേദം. ആയുർവേദം ശരിക്കും രോഗം വന്നിട്ട് ചികിത്സിക്കേണ്ടതല്ല, രോഗം വരാതെ നമ്മുടെ ശരീരത്തെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അതിനകത്ത് ആയുർവേദം നിഷ്കർഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനകത്ത് ആഹാരവും വിഹാരവുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട് വരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. ശരിക്കും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഔഷധമായി മാറുമ്പോഴാണ് നമുക്ക് ആരോഗ്യം ഉണ്ടാകുന്നത്. പക്ഷെ ഇന്ന് കഴിക്കുന്ന നമ്മുടെ ഭക്ഷണം എന്താണ്? അമൃതിന് പകരം വിഷമാണ്. അതുകൊണ്ട് തന്നെയാണ് രോഗങ്ങളുടെ എത്ര ആധിക്യം വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് മാറി നമ്മുടെ ആഹാരവും നീഹാരവും നമ്മൾ ശ്രദ്ധിക്കാനും ഒപ്പം ദിനചര്യകളും ഋതുചര്യകളും ഉണ്ട്. സന്തോഷ് ജി ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ഉണ്ടാകുന്ന ഋതുഭാവങ്ങളെ പറ്റിയും ഒരു വർഷം ഉണ്ടാകുന്ന ഋതുഭാവങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ ഋതുക്കളിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആഹാരത്തിലും നീഹാരങ്ങളിലും ആവശ്യമായ ക്രമീകരണം കൂടി വരുത്തിയാൽ മാത്രമേ നമുക്ക് ആരോഗ്യപൂർണ്ണമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുള്ളൂ. രോഗമില്ലാത്തൊരവസ്ഥയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഏറ്റവും വലിയ സമ്പത്ത് എന്താ? ആരോഗ്യമാണ്. എത്ര പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എത്ര പൈസ നമ്മൾ കൂട്ടിയാലും ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ വന്നു കഴിഞ്ഞാൽ പൈസ കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും കഴിക്കാൻ പറ്റില്ല, എങ്ങും പോകാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ ആരോഗ്യത്തെ കാത്ത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് തന്നിരിക്കുന്ന ഇന്ത്യയുടെ വരദാനമായിട്ട്, ഭാരതത്തിൻ്റെ പാരമ്പര്യ വരദാനമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു സമ്പത്താണ് ആയുർവേദം. ഈ ആയുർവേദം എത്ര ഇതുണ്ടെങ്കിലും ആയുർവേദത്തിനോടൊപ്പം തന്നെ ആ ചികിത്സാ രീതിയോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഡോക്ടറുടെ സമീപനവും അല്ലേ? നമ്മൾ ചെല്ലുന്ന ഡോക്ടർ നല്ല രീതിയിൽ നമ്മളോട് സമീപിച്ച് നല്ല രീതിയിൽ സംസാരിച്ച് നല്ല രീതിയിൽ പെരുമാറി അവർ തരുന്ന മരുന്നുകൾ നമുക്ക് കൂടുതൽ ഗുണം ചെയ്യും. ശരിയല്ലേ? അതുപോലെ തന്നെ ഇത് രണ്ടും, ആ മരുന്നിനോടൊപ്പം തന്നെ ഡോക്ടറുടെ സമീപനവും കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെ പറയുമ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ, എൻ്റെ അനുഭവത്തിലുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം. ഞാൻ എന്ന് വെച്ചാൽ ഹെൽത്ത് ഇൻഷുറൻസ് മേഖലയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി ഡോക്ടർമാരുമായിട്ടും ഹോസ്പിറ്റലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. പല ഡോക്ടർമാരുടെ ഈ സമീപനം കാണുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ ചികിത്സയുമായിട്ട്, അമ്മയ്ക്ക് പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്ക് പ്രായ സംബന്ധമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ കാലിന് വേദന, നടക്കാൻ ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ഡോക്ടറുടെ അടുത്ത് പോയി. ഒരു ഡോക്ടറുടെ അടുത്ത് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആ ഡോക്ടർ നമ്മളെ സ്വീകരിച്ചത് ചിരിച്ചുകൊണ്ടാണ്. ചിരിച്ചുകൊണ്ട് ഒരാൾ സ്വീകരിക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിൽ വരുന്നത്? സന്തോഷം വരും. ചെന്ന് കാര്യങ്ങൾ പറഞ്ഞു, ഇങ്ങനെ കാലിന് വേദനയുണ്ട്, നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, മുട്ടിന് പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പം നമുക്കൊന്ന് നോക്കാമെന്ന് പറഞ്ഞ് അമ്മയുടെ കയ്യിൽ പിടിച്ച് ആ മുറി കൂടി കുറേ നടത്തിച്ച്, അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ഇറങ്ങി താഴെ വരാന്തേക്കൂടി നടന്നു. അത് കഴിഞ്ഞ് വീണ്ടും സ്റ്റെപ്പ് ഇറങ്ങി മുറ്റത്തുകൂടി നടന്ന സ്റ്റെപ്പ് കയറ്റി. എന്നുവെച്ചാൽ ഓരോ സമയത്തും അമ്മയോട് ഇങ്ങനെ കാര്യം ചോദിച്ചുകൊണ്ടിരുന്നത്, എങ്ങനെയുണ്ട്, ഇപ്പോൾ വേദനയുണ്ടോ, ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിച്ച് വന്നിരുന്നിട്ടാണ് മരുന്ന് എഴുതിയത്. അപ്പോൾ ആ മരുന്ന് കഴിക്കുന്നവർക്ക് എന്തായിരിക്കും അവസ്ഥ? എന്നുവെച്ചാൽ ആ മരുന്നിനേക്കാളും കൂടുതൽ മരുന്ന് തരാൻ കഴിഞ്ഞാൽ കൂടുതൽ ഗുണം അത് നമുക്ക് തരും. അതുപോലെയുള്ള ഡോക്ടർമാർ അപൂർവമാണെങ്കിലും ഉണ്ട്. അങ്ങനെയുള്ള ഒരു ഡോക്ടറാണ് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ ആയുർവേദത്തെ പറ്റി നമുക്ക് പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത് നമ്മുടെ രാജേഷ് ഡോക്ടറാണ്. രാജേഷ് ഡോക്ടറുടെ അടുത്ത് തന്നെയാണ് ഞാൻ അമ്മേനെ കൊണ്ട് പോയത്. ഇടയ്ക്കാരി ഒരു ആയുർവേദ ഡിസ്പെൻസറിയിൽ ഡോക്ടർ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ചെയ്യുന്നത്. എനിക്കുണ്ടായ അനുഭവം അതാണ്. നിങ്ങൾക്ക് പലർക്കും അനുഭവം ഉണ്ടായിട്ടുണ്ടാവും.
അത്രയും നല്ലൊരു ഡോക്ടറാണ് നമ്മളോട് ഈ ആയുർവേദത്തെ പറ്റി പറഞ്ഞു തരാൻ വന്നിരിക്കുന്നത്. ഞാൻ കൂടുതൽ എന്താ വെച്ചാൽ ഡോക്ടർക്ക് നല്ല കാര്യം ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടാവും, നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ട് ധരിപ്പിക്കുന്നില്ല. ഞാൻ ഡോക്ടറെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. വെൽക്കം ഡോക്ടർ.